ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാത്രി ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. രാത്രി എന്ന് പറഞ്ഞാൽ 1:05-6-7 ആയിട്ടുണ്ട്. 1:07 നമ്മളെ അയലൊക്കത്തുള്ള കാക്ക, അതേ ഇപ്പുറത്ത് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ, ഒരാഴ്ചൻ്റെ ഉള്ളിലാവണുള്ളൂ, ഗൾഫിൽ നിന്ന് വന്നതാണ്. കൊണ്ടോട്ടിയിലേക്ക് ഒരു ട്രിപ്പ്. അപ്പോൾ ഈ ഒരു നേരത്ത് ഞാൻ വണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. മൂപ്പരെ വിളിക്കാൻ വേണ്ടി കയറുന്നു. ഇവിടെ കറണ്ടും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോവാണ്. അപ്പോൾ ഈ ഒരു ടൈമുകൾ കണ്ടില്ലേ, ഇതും ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു ടാസ്ക് തന്നെയാണ്. ഒന്ന് ഈ നേരത്തെ ഇറങ്ങുന്നതൊന്ന് എന്താ പറയുക, അത്ര കണ്ട് പ്രശ്നങ്ങളുള്ള ആളുകൾ, അതായത് പൈസക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ. 2 അത്ര കണ്ട് ബന്ധമുള്ള കേസുകൾ. 3 ഹോസ്പിറ്റൽ കേസ്. ഇതിന് 3-നുമാണ് ഈ നേരത്ത് ഓട്ടോറിക്ഷക്കാരൻ ഓടാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങും. അപ്പോൾ ഇതിൽ 3-ൽ 2 നമ്മൾക്കുണ്ട്. ഒന്ന് നമ്മുടെ അടുത്തുള്ള കാക്കയാണ്, പിന്നെ ഒന്ന് പൈസ നമുക്ക് വേണമല്ലോ. അപ്പോൾ ഈ നേരത്തായാലും ഓടാന്ന് കരുതി. പിന്നെ ഞാൻ ഇറങ്ങുവാണ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്തായാലും ക്യാമറ ജസ്റ്റ് കയ്യിൽ പിടിക്കുന്നുണ്ട്. ചെങ്ങന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അതാ ഞാനും നമ്മുടെ വണ്ടിയുണ്ട്. അപ്പോൾ നമ്മുടെ കാക്ക മൂപ്പർ പോയിട്ടോ, ഇറങ്ങിപ്പോയി. മൂപ്പരങ്ങനെ ഒരു പുറപ്പെടുന്ന ഒരുപാട് ആൾക്കാർ പോകുന്നു വരുന്നു. ഞാൻ പോയോട്ടെ. ഏതായാലും എനിക്കും ഉണ്ടൊരു പാസ്പോർട്ട്, അതിൽ ഇതുവരെ ഒരു സീലും വെച്ചിട്ടില്ല. അതിൽ സീല് വെക്കാതെ പുതുക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ സംശയം. എന്താലേ, അങ്ങനെ ഞാൻ എക്സിറ്റ് പുറത്തേക്കുള്ള വഴി, പുറത്തേക്ക് പോവാണ്. ബൈ പിന്നെ വരാം. ഇപ്പം സമയം എത്ര ആയി അറിയാം ഞങ്ങൾക്ക്? 2:52, പുലർച്ചെ 2:52. ഈ നേരത്തൊക്കെ ഞാൻ സാധാരണ എല്ലാ ദിവസവും നല്ല രീതിയിൽ കിടന്നുറങ്ങുന്നതായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടി, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഒരു ട്രിപ്പ് തന്നെയാണ്. ഏതായാലും ഞാൻ ഇനി വണ്ടൂരിലേക്കാണ്. ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എല്ലാ കാഴ്ചയിലേക്ക് കാണാം. അങ്ങനെ ഒരു എയർപോർട്ടും ഇന്ന് പോകാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് മിക്കവാറും ഞാൻ ഉറക്കം ഇപ്പം ഇനി രാവിലെ നേരത്തെ ചോടാൻ ഇറങ്ങുന്നവരോടൊന്നും ചിലപ്പോൾ മിക്കവാറും ഉണ്ടാവില്ല. അതായത് കൊണ്ടോട്ടിയൊക്കെ കുറേ കിടക്കുകയാണ്. സൈഡിലൊക്കെ കുറച്ച് ലോറികളും അതുപോലെ തന്നെ മറ്റു പല വാഹനങ്ങളൊക്കെ നിർത്തിട്ടത് കാണാം. അല്ലാതെ ഉള്ള സംഭവമൊന്നുമില്ല. നേരത്തെ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ പോലീസുകാരുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ പോലീസുകാരില്ല. പിന്നെ ഇഷ്ടംപോലെ ലോറികളാണ്. ഈ നേരം പിന്നെ അവരുടെ നേരമാണല്ലോ. മോനെ എത്ര വീൽ അതിനൊക്കെ. 1080 പാസ്സുള്ള വണ്ടികളാണ്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. KP മാളാണ്. ഈ നേരത്ത് പോകുന്ന ലോറികൾക്കൊക്കെ ഭയങ്കര സ്പീഡാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ശ്രദ്ധ കുറച്ച് കുറവുള്ള മാതിരി കിട്ടുന്നുണ്ട്. ഓട്ടോസിനൊന്നും ഒരു മൈൻഡ് ആക്കണില്ല, ഒരു ഇരല്ലാത്തതുകൊണ്ടാണോ ഉണ്ട്. ഏതായാലും കൊണ്ടോട്ടി കഴിഞ്ഞു. കൊണ്ടോട്ടി നിന്ന് ഒന്നാട് പോന്നിട്ടേ ഉള്ളൂ. ഇനി അടുത്തത് തന്നെ നമ്മൾ മഞ്ചേരി പിടിക്കും. ചെങ്ങന്മാരെ, ഈ ഭാഗത്തേക്ക് രാത്രി പണിക്ക് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. രാത്രി പണിക്ക് ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ കണ്ടു ഒരാളെ കണ്ടു. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ? ആ ലോറിയൊക്കെ പോയപ്പോൾ അതൊക്കെ കയറിപ്പോൾ ജസ്റ്റ് മിസ്സിലാണ്. 40 കിലോമീറ്റർ പോവണമെങ്കിൽ വീടെത്താൻ 40 കിലോമീറ്റർ പോകണം. ഇവനെ വല്ലാത്ത ജാതിയിൽ ഓവർടേക്കാണ് ചെയ്തത്. എന്താ അതൊക്കെ സാധനമാവും. മഞ്ചേരി എത്തി. എനിക്ക് വേണമെങ്കിൽ ഇതിലെ ബൈപ്പാസിന് പോയാൽ മതി. പക്ഷേ എങ്കിൽ ഞാൻ മഞ്ചേരി പാണ്ടിക്കാർ റോട്ടിന് പോയിട്ട് അല്ല ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ കൂടെ ഒന്ന് അങ്ങനെ പോയോക്കട്ടെ. ഇവിടെ രാത്രി പണിക്കാരുണ്ടോ ഇല്ലേ എന്നൊന്ന് നോക്കട്ടെ. കേട്ടോ, രാത്രി പണിക്കാരുണ്ടെങ്കിലോ ചിലപ്പോൾ ഉണ്ടാവും. പച്ചക്കറിയാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് പച്ചക്കറി ലോഡ് ഇറക്കി കൊടുക്കുക. ഓ മൈ ഗോഡ്. ചായ വേണമെങ്കിൽ കുടിക്കട്ടോ. പക്ഷേ ഇത് ഞങ്ങൾ ചായ കുടിച്ചു.
പോകണം. സംഘമായിട്ട് പോകണം. ബസ് സ്റ്റാൻഡൊക്കെ ഓഫാണ്, ബസ്സുകളുണ്ട്. ബസ്സൊന്നും കള്ളന്മാർക്ക് വേണ്ടതാണ്. ഞാൻ മുമ്പൊക്കെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. കഥ കേൾക്കാന്ന് പറഞ്ഞാൽ അത് വെറും കഥ തന്നെയാണ്. ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിക്കണമെങ്കിൽ അറിയില്ല. അതായത് ഓട്ടോറിക്ഷക്കാർ രാത്രി ഇതുപോലെ വിജനമായ സ്ഥലങ്ങളിലൂടെയൊക്കെ ട്രിപ്പ് പോകുമ്പോൾ എന്താ പറയുക, വണ്ടിൻ്റെ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കാനേ പേടിയേക്കാരം. ആരെങ്കിലും ഉണ്ടോ ബാക്കിൽ? സത്യം പറയാം, ഞാൻ അവിടെ നിന്ന് ഇതുവരെ പോയിട്ട് ഈ വണ്ടീൻ്റെ ബാക്കിൽ ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. എൻ്റെ സീറ്റിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അതായത് പ്രേതമുണ്ട് വണ്ടിയിൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ച ആളുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഒരു കെട്ടുകഥകളൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കാനൊക്കെ തോന്നും. കുഴപ്പമൊന്നുമില്ല, ഓക്കെ അല്ലേ? ഓക്കെ, എപ്പോഴോക്കെ. പിന്നെ ഈ റൂട്ടിന് അത്യാവശ്യം വണ്ടികളുണ്ടാവും. ഞാനിപ്പോൾ നിലമ്പൂർ വണ്ടൂർ അതുപോലെ തന്നെ നിലമ്പൂർ വണ്ടൂർ പോകുന്ന റോഡിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് കാരക്കുന്ന് തിരിയാണെങ്കിൽ ഏതായാലും അങ്ങനെ കഥകളൊക്കെ കേട്ട് ആ കഥകളൊക്കെ ഓർത്തി അങ്ങനെ പോവാണ്. പ്രേതം ഉണ്ടെങ്കിലും ഒരു കമ്പനിക്ക് അവിടെ വരെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തൊള്ളിട്ട് പോകണ്ടേ. ഒരു കമ്പനിക്ക് ഒരാളുണ്ടെങ്കിൽ എന്ത് സുഖം. ചില മരങ്ങളൊക്കെ ഇങ്ങനെ വിട്ടുന്ന് കാണുമ്പോഴേ ആൾക്കാർ നിൽക്കണം വയ്യ അല്ലേ? ചില മരങ്ങളൊക്കെ വിട്ടുന്ന് കാണുമ്പോൾ ആളുകൾ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഏതായാലും ഇരുട് കൂരാക്കൂരിട്ട് റൈറ്റ് അടിക്കാം. വണ്ടികളൊന്നും ഇല്ലല്ലോ, റൈറ്റ് ഇട്ട് പോവാം. ശ്രദ്ധിക്കണം, പതുക്കെ പോകാനേ പറ്റുള്ളൂ. അല്ല പന്നിയോ നായക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പണി തരാൻ സാധ്യതയുണ്ട്. ഏതായാലും ഞാനങ്ങനെ പോയി വവ്വാലുകളുടെ ശബ്ദം. ഞാനിപ്പോൾ പോകുന്നിടത്തൊരു വലിയൊരു ആൽമരമുണ്ട്. ആ ഒരു ആൽമരത്തിൽ മുന്ന് ഫുള്ള് വവ്വാലുകൾ. നമ്മൾ മറ്റേ ഹൊറർ മൂവിയിലേക്ക് കേൾക്കണ മാതിരി സൗണ്ട്. അധികം ദൂരമല്ല കേട്ടോ, നമ്മൾ കാരക്കുന്ന ഒരു 16 കിലോമീറ്റർ, കഷ്ടി 15. 4:04 ഞാൻ വണ്ടൂരിലേക്ക് എത്തിയിട്ടുണ്ട്. 4:04 സമയമായി. ഈ നേരത്തൊക്കെ ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ട് കൂർക്കം വെച്ച് ഇറങ്ങുന്ന നേരമാണ്. ആ നേരത്തും ഞാൻ ഓടുകയാണ്. ഞങ്ങളെ വണ്ടൂരാണ്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഈ നേരത്ത് നടക്കാൻ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. ലൈറ്റിനകത്ത് പുകച്ചേപ്പിൽ പോയോ? അല്ല, ഇത് ശരിക്കും അറ്റം വരെ ഉണ്ടായിരുന്നേ. ഈ രാത്രിയിൽ ഓടുന്ന വണ്ടിക്കാരൊന്ന് നോക്കാൻ മതി എത്രത്തോളം വണ്ടി വണ്ടൂരങ്ങാടിയിൽ രാത്രി ഓടുന്നുണ്ട്. ഈ നേരത്തെ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ മാത്രമല്ല, ഈ നേരത്തെ ഒരു ചായ കുടിക്കണമെങ്കിൽ ചായ ഉണ്ടാവും. ഈ നേരത്തെ ഒരു ചായ കുടിക്കണമെങ്കിൽ ചായ ഉണ്ട്. ഇപ്പോൾ എല്ലാം വണ്ടി ഇല്ലല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ബസ് വന്ന് വരും. ഒരു 3 വണ്ടിയപ്പോൾ ഉള്ളൂ. ഏതെങ്കിലും ബസ് വന്ന് പോയപ്പം കൃത്യം 4:20 4:10 വീട്ടിലേക്ക് എത്തിയിട്ട് വേണം. വീട്ടിലേക്ക് കയറിയിട്ടില്ല. ഇപ്പോൾ ഫോണൊക്കെ വിളിച്ചിട്ടൊക്കെ വേണം. ഇവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഫോണൊക്കെ വിളിച്ച് നേപ്പിക്കട്ടെ, കിടന്നുറങ്ങട്ടെ. ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു അർദ്ധരാത്രി ഓടിയത് 1200 രൂപയ്ക്ക്. പകലന്ത്യോകൾ അവിടെ നിന്നിട്ട് കിട്ടിയിട്ടില്ല. ഈ രാത്രിയാണ് കിട്ടിയത് 1200 രൂപ. ബാഗൊക്കെ ഇട്ട് ആദ്യം അംഗനവാടിക്ക് പോകാനുള്ള പരിപാടിയാണ്. അയ്യോ, ആ ചാവി എടുത്താ ഞാൻ അവളെ ഒന്ന് കൊണ്ടാക്കട്ടെ. ഇന്നലെ ഉണ്ട് അവള് പറയണം ഒന്ന് കൊണ്ടാക്കാം അംഗനവാടിക്ക്. അപ്പോൾ ഇന്നലെയും പറ്റിയില്ല. ഇന്നിപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ നീക്കണത് 10 മണിക്കാണ്. അപ്പോൾ സമയം എത്ര ആയി എന്നുള്ളത് 10:10 എന്തായിട്ടുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് കുളി കാര്യങ്ങളൊക്കെ കഴിച്ചു. വേഗം കൊണ്ടുപോവാ. ചൂടാണ് അവിടെ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിൽ. ഇപ്പം തന്നെ ഇവിടെ ഇപ്പുറത്തല്ലേ ഇരിക്കണേ. ഇപ്പുറത്തേക്ക് വാ. ഇവിടെ ബാക്കിൽ ഇരിക്കണേ. ബാക്കിൽ ഇരുന്നു. അല്ല, ഓക്കെ. താറ്റ എടുത്തടാ. താറ്റ ബാഗ് എടുത്തോ. പോട്ടെ. അംഗനവാടി ഓറുമ്മ. താറ്റ.
പോയിക്കോട്ടാ. മതിയാക്കാൻ്റെ ആകെ മുട്ടായും കിട്ടി. അപ്പോൾ ഞാൻ വീട്ടിൽ കയറട്ടെ, ചായ കുടിച്ചില്ല. പിന്നെ ഞാൻ പത്തര അല്ല 4:30 അല്ലേ 4:00 5:30 6:00 7:00 8:00 9:00 10:00 10 മണി 5.5 മണിക്കൂറൊക്കെ ഉറങ്ങിട്ടോ. മതി കേട്ടോ, നല്ല ഉറപ്പായി. ഓളെ അംഗനവാടി കൊണ്ടുവന്നാക്കിയിട്ട് അങ്ങാടിക്കൊന്ന് വരേണ്ടി വന്നു കേട്ടോ. കൊണ്ടുവന്ന ആൾക്കെല്ലാം കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിച്ചില്ല, ചായ കുടിച്ചില്ലല്ലോ. അപ്പോൾ ചായ കുടിക്കണം. ചായ കുടിക്കാതെ ഞാൻ ആ അംഗനവാടിക്ക് പോയ ടൈമിൽ അവിടുന്ന് നമ്മളെ ഫ്രണ്ടിൻ്റെ വൈഫ്, അപ്പോൾ അവർക്ക് അങ്ങാടിക്കൊന്നും ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വിട്ടതാണ്. ഞാനാണെങ്കിൽ പേഴ്സ് പോലും എടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല, മൊബൈൽ പോലും എടുത്തിട്ടില്ല. രാവിലെ എണീറ്റപ്പോൾ തന്നെ 3-4 മിസ് കോൾ. അതിലൊന്നും ഒഴിക്കാൻ 4 ഉണ്ടായിരുന്നു, അതിലൊന്നും ഒഴിക്കാൻ ബാക്കി 3 ട്രിപ്പായിരുന്നു. എന്നാണ് നമ്മൾ നേരത്തെ എണീറ്റിട്ടൊന്നുമില്ലല്ലോ, വൈകില്ല. പിന്നെ കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളില്ലെങ്കിൽ എന്തായാലും ഫോൺ ട്രിപ്പ് കൺഫേമാണ്. നമ്മളവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ കിട്ടിയാൽ കിട്ടി. നമ്മൾ കരുതിയത് പോലെ അല്ല ഈ പയർ വിളവെടുക്കുന്നുണ്ട്. എന്താ പയറാണ് അങ്ങാടിക്ക് എത്തിയിട്ടുണ്ട്. അല്ലെ നമ്മൾ കൊണ്ടോട്ടി പോയി വന്നിട്ട് എയർപോർട്ടിൽ പോയി വന്നിട്ട് എണ്ണ ഒന്നും അടിച്ചില്ല, ഫുള്ളായിട്ട് എണ്ണ തീർന്നു പോയി. അതായത് 250 ഉറുപ്പിൻ്റെ എണ്ണ നമുക്ക് ഇന്നലെ ചിലവാ. ഇന്നലെ അല്ല, ഇന്ന് തന്നെ അതൊക്കെ അടിക്കാം. ഇവിടെ പമ്പിൽ വന്നപ്പോഴാണ് ഒരു വണ്ടി ഇവിടെ ആകെ താറുമാറായി കിടക്കണം. ചേസ് പൊട്ടിയതാരെ ചേസ് പൊട്ടിയതാണെന്നാണ് നമ്മുടെ ഹോം ഗാർഡ് സാറ് പറഞ്ഞത്. ചേസ് പൊട്ടി കിടക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ബാക്കി വിട്ടിട്ടില്ല. പിന്നെ മൂപ്പരവിടെ ബ്ലോക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറാണ്ട് വണ്ടികൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെറുതെ ഞാൻ സ്വീപ്പാക്കണ്ടല്ലോ. അങ്ങാടിയിലാണ് ഞാൻ 11 മണി തൊട്ടുള്ള ഓട്ടത്തിൻ്റെ, അതായത് 11 മണി തൊട്ട് നമ്മൾ എത്ര രൂപയ്ക്ക് ഓടുന്നതാണ് ഇന്ന് നോക്കേണ്ടത്. രാത്രി നമ്മൾ ഓടിയത് എയർപോർട്ട് പോയത് 1200 രൂപയ്ക്കാണ്. ഇദ്ദേഹം ഉണ്ടല്ലോ, ഈ ഇല്യാസ് വിളയൂർ ബാബു എന്ന് പറയുന്ന ആള്, ആരെയൊന്ന് എണീക്കാൻ ലേറ്റായോ ഇതുപോലത്തെ വീഡിയോ ഇട്ടോളൂ വിഷ്ണു. ഞാൻ ഇന്നലെ അതായത് അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പറയണം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ പേര് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് തന്നെ അല്ലേ? അപ്പോൾ എന്തായാലും സന്തോഷം, ഞങ്ങൾ സന്തോഷമായെന്ന് കരുതുന്നു. പിന്നെ ഇതുപോലത്തെ വീഡിയോകളും മതി എന്നുള്ള ആ ഒരു കമൻറ്റുകൾ ആണ്. പിന്നെ വീണ്ടും ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എനിക്കുള്ള ഊർജ്ജം ഒക്കെ അതാണ്. തീർച്ചയായിട്ടും യാത്ര നമുക്ക് പോകണം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് യാത്ര പോകുന്നില്ല. യാത്ര പോകുന്നുണ്ട്. യാത്ര പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 1-2 മാസം കഴിയും. അതാണ്, അതുവരെ വീഡിയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ലെന്ന് കരുതിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു എന്താ പറയുക, വരുമാനം കൂടുതൽ കിട്ടുന്ന രീതിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വലിയ ചിലവില്ലാതെ കിട്ടുന്ന വീഡിയോ ആണത്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് നേരം പിടിച്ചിരുത്താൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഏതായാലും ഓടി വെക്കാം. മതി. കോയാക്കാനെ കിട്ടിയിരിക്കണം മക്കളെ, നാട്ടിലുള്ള പച്ചക്കറി. അപ്പോൾ നമ്മളെ നാട്ടിലെ ബഷീറാക്കാൻ്റെ പച്ചക്കറി കടയാണ്. ഇവിടുന്ന് പച്ചക്കറി എടുത്ത് കോയാക്കാൻ്റെ കച്ചവടം, കോയാക്കാൻ്റെ പീടിയയിലേക്കുള്ള വ്ളോഗാ. കോയാക്കാൻ എന്നും വ്ളോഗിൽ കാണിക്കണം എന്നാണ്. കിട്ടണമെന്നൊക്കെ കാണിക്കണല്ലേ. അപ്പോൾ ഓക്കെ, വന്നിട്ട് നമ്മളൊരു 140 രൂപ ഓടി നിൽക്കാൻ വയ്യ. പിന്നെ അത് മാത്രമല്ല 2 മണി ആവാറായി. ഞാൻ വീട്ടിലേക്ക് പോവാണ്. അരക്കരങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു 30 രൂപ ടോപ്പിൽ പോകുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ നേരെ വീട്ടിൽ പോട്ടെ. എന്താ അറിയില്ല, കണ്ണും ഉറക്കുന്ന പാടാണ്. വെയിലും കൂടി കൊണ്ടിട്ട് ഉറക്ക് ശരിയായിട്ടില്ലല്ലോ. പോയ ഉറക്കം എന്തായാലും തിരിച്ചു കിട്ടൂല. പക്ഷേ ഉറങ്ങാലും എന്തായാലും ഉറങ്ങണം. ഈ മരക്കരങ്കുന്നൊക്കെ നമ്മുടെ നാട് പോലെ തന്നെയാണ്, നല്ല മനോഹരമായിട്ടുള്ള നാടാണ്. ചോറിന ചിക്കൻ
വരട്ടിയത്, പിന്നെ പപ്പടമുണ്ട്, മുരിങ്ങാക്കറിയുണ്ട്. ഇതൊക്കെ കൂട്ടി ചോറിനൊക്കെ നൈസായിട്ട് ഫാൻ ഇട്ടണം. ആ ചൂടത്തുനിന്ന് ഇവിടെ വന്ന് ഈ ഫാൻ ഇടുമ്പോൾ സ്വർഗ്ഗമാണ് സ്വർഗ്ഗം. ഇത് കഴിഞ്ഞിട്ട് പിന്നൊരു അരമണിക്കൂർ കിടക്കണം. ക്ഷീണമാണ് ശനിയാരെ. ഒന്ന് കിടന്നു ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ചൂടായിട്ട് വിയർത്തൊലിക്കുവാണ്. അപ്പോൾ ഒന്ന് കിടന്നപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഉറങ്ങാൻ വേണ്ടി പറ്റി. അരമണിക്കൂർ ഉറങ്ങി ഇനി അങ്ങാടിയിലേക്കിനെ പോവുകയാണ്. സമയം 3:30 നേരമായി. അപ്പോൾ ഇനി അങ്ങാടിയിലേക്ക് പോയിട്ട് നമുക്ക് നമ്മളുടെ പയനം ആരംഭിക്കാം, നമ്മുടെ പണി തുടങ്ങാം. ഇതുവരെ നമ്മൾ ഓടിയത് 140 രൂപയ്ക്ക് കേട്ടോ. പിന്നെ ചായ കുടിച്ചു ഇന്നിപ്പോൾ ഈ നേരം വരെ 2 കുടിയായി. ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു. പോയിട്ട് കുട്ടികൾ അംഗനവാടിയിൽ നിന്ന് വന്നില്ല. വാതിലൊക്കെ അടച്ച് ഞാൻ പോകുന്നതാണ്. ചെങ്ങന്മാർ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി സ്റ്റാൻഡിൽ നിന്ന് നടക്കുന്നതായിട്ട് നമ്മളുടെ ഒരു പ്രേക്ഷകൻ. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റിലുണ്ടായിരുന്നു, ഞാനൊരു വണ്ടൂരിക്കാരനാണ്, നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ നമ്പർ കമൻറ്റിൽ കൊടുത്തായിരുന്നു. പിന്നെ അത് വണ്ടൂരിക്കാരൻ എന്നുള്ളത് പരിഗണന വെച്ചിട്ടൊന്നും അല്ല കേട്ടോ. നമ്മളുടെ പ്രേക്ഷകർ ആര് നമ്പർ ചോദിച്ചാലും ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ എങ്കിൽ അദ്ദേഹം ഒരു വണ്ടൂരിക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടി എന്താ പറയുക, നമ്മളെ വണ്ടൂരിക്കാരനാണല്ലോ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വിളിച്ചിട്ട് എനിക്കൊരു 30 രൂപയുടെ ട്രിപ്പ് തന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആര്യക്ക് മിഠായി എന്തോ ആണ് ആര്യക്ക് തന്നിട്ടുണ്ട്. ഏതായാലും അങ്ങനെ വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, ഇവരെ ഇപ്പോൾ ആരാണെങ്കിലും, ഇപ്പോൾ രാജേഷ് ഏട്ടനാണെങ്കിലും, ഇപ്പോൾ നമ്മൾ കൊണ്ടാക്കിട്ട ഏട്ടൻ്റെ പേര് രാജേഷ് ഏട്ടനാണെങ്കിലും, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ആര്യക്ക് കോയമ്പത്തൂരിൽ നിന്ന് വന്നപ്പോൾ മിഠായി തന്ന മനോജ് ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും നമ്മൾക്ക് എന്ത് തരണവരാണെങ്കിലും അവരൊന്നും വീഡിയോയിൽ അവരുടെ പേര് പറയാനോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണിക്കാനോ വേണ്ടിയില്ല. രാജേട്ടനോട് ചോദിച്ചു വീഡിയോ എടുക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഷൂട്ട് ചെയ്താലോ. രാജേട്ടൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്നാലും ചോദിക്കാനുണ്ടല്ലോ അവരോട്. അപ്പോൾ അവരാരും നമുക്ക് എന്ത് തരണവരാണെങ്കിലും ആരും നമ്മളുടെ എന്താ പറയുക, അവരെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതിലല്ല ഞാനിതൊന്നും വീഡിയോയിൽ പറയുന്നതും ഷൂട്ട് ചെയ്യുന്നതും. അവർ തന്ന ആ ഒരു സ്നേഹം നിങ്ങളെയും കൂടി അറിയിക്കുക. നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ, അറിയിക്കുക. അപ്പോൾ ടൗൺ എത്താറായി. ടൗണിലേക്ക് എത്തട്ടെ. വളരെ സന്തോഷമുണ്ട്. ഇതേ ഉണ്ടോക്കെ നമ്മളെ എൻ്റെ വീഡിയോ കണ്ടിട്ടേ ഇതൊരു മാമ വാങ്ങി തന്നാണ്. എന്താണ്, അങ്ങോട്ട് പോട്ടെ, വീട്ടിൽ പോട്ടെ, നടക്ക്. മുട്ടായി വീട്ടിൽ പോയിട്ട് കാണാം. ആര്യമോളെ വീഡിയോയിൽ കണ്ടിട്ടാണ് പോലോ. കാണിച്ചത് അത് രാജേഷ് എന്ന് പറയുന്ന ചേട്ടൻ അങ്ങാടിയിൽ നിന്ന് കണ്ടു. ഇതെന്താ പപ്സാവണം, ഇത് പൊട്ടിച്ചേക്കെ. മുട്ടായി ഡയറി മിൽക്ക് പപ്സ് അല്ലേ? എന്നാ ചായ കുടിച്ചാലാര്യ? ഹായ് ഡയറി മിൽക്ക്. ചെങ്ങന്മാരെ സംഭവം ഇരുടായി. ഇന്നത്തെ ദിവസം കഴിയാറായിട്ടാ. ഞാൻ ഫസ്റ്റ് ഗ്യാപ്പിലാണ്. ഒരു ചായ കുടിക്കണം. വീട്ടിൽ നിന്ന് ചായ കുടിച്ചതാണ്, പക്ഷേ അങ്ങാടി ചായ കുടിച്ചില്ല. കറക്റ്റ് എന്തോ ഒരു തലവേദന പോലെ. ഉറക്കിട്ടതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും ചായ കുടിക്കണം. ഒരു ഗ്ലാസ് കാലി ചായ. അതിപ്പൊന്നും എടുക്കണില്ല. ഇവിടെ ഒന്നും ആരുമില്ലേ. ഒഴിവാ മുട്ടായി ഇതാ. ഓക്കെ, അത് അടക്കട്ടെ. അവളെ കോഴിയൊക്കെ വെള്ളം കൊടുക്കുന്ന പാത്രമാണ്. അത് ഞാൻ വണ്ടി കയറി. ഞാൻ വേറൊരു സാധനം കൂടി വാങ്ങിയാണ്. ഇതെന്താ വെച്ചാൽ എന്താ തുറന്നോ, സാധാ നമ്മളെ പ്ലഗാണ്. കാരണം ടി വിയും ലാപ്ടോപ്പ് വരെ നേരത്തെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു പ്ലഗ് ഇല്ല. ഞാൻ ഇവിടെ സിറ്ററിൽ ഇരുന്നാണ് എഡിറ്റ് ചെയ്യലൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നോക്കണ്ട, അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതിന് ഏകദേശം 280 റുപ്യോളം വില ഉണ്ട് കേട്ടോ. വിലയുള്ള സാധനമാണ്. 3-4 സ്ലോട്ടും കാര്യമൊക്കെ ഉണ്ട്. കൊള്ളാം.
ഏതായാലും വീട്ടിലേക്ക് എത്തി. ഇന്നത്തെ ദിവസം ഇങ്ങനെ തീർന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 300-330 റുപ്യൊക്കെ കൂടിയിട്ടുണ്ടാവുള്ളൂ. ഇന്നലെ രാത്രിക്കത്തെ ആ ഒരു പ്രശ്നം കൊണ്ട്, ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഇപ്പോഴും ഉണ്ട്. അത് നേരത്തെ എഡിറ്റ് ചെയ്ത് കിടക്കണം കരുതിയാണ് വന്നത്. ഇപ്പോൾ സമയം 8:10. പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ലേ വീട്ടിൽ നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.